കൊച്ചി തീരത്തെ കപ്പൽ അപകടത്തിൽ കപ്പൽ കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അന്ത്യശാസനം. അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ ഗുരുതര വീഴ്ചയെന്നാണ് കേന്ദ്ര വിലയിരുത്തൽ. MSC കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസ് അയച്ചു. ഇന്ത്യൻ തീരത്തെയും സമുദ്ര ആവാസ വ്യവസ്ഥയെയും കടുത്ത ആഘാതത്തിലേക്ക് ആക്കുകയാണ്. കേരള തീരത്തെ ഇതിനകം ഇത് ബാധിച്ചെന്നും കേന്ദ്രം പറയുന്നു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, അന്ത്യശാസനമാണ്. ഇവിടെ സംസ്ഥാനം ഒന്നും ചെയ്തില്ലെന്ന പരാതി വ്യാപകമാണ്. അപ്പോഴാണ് MSC കമ്പനിക്ക് കേന്ദ്രം നോട്ടീസ് അയക്കുന്നത്, ഷിപ്പിംഗ് മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെടുന്നത്. കൃഷ്ണരാജ്, സംസ്ഥാന സർക്കാർ കേസ് വേണ്ട, നടപടി വേണ്ട, ഈ കപ്പൽ മരണ സംഭവത്തിൽ നഷ്ടപരിഹാരം മാത്രം കിട്ടിയാൽ മതിയെന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് കേന്ദ്ര സർക്കാർ കർശനമായിട്ട് അല്ലെങ്കിൽ ഒരു അന്ത്യശാസനം എന്ന നിലപാടിലേക്ക് കടക്കുന്നത്. MSC ഷിപ്പിംഗ് കമ്പനിക്ക് കത്തയച്ചുകൊണ്ടാണ് അതിലിങ്ങനെ പറയുന്നത്. അവശിഷ്ടങ്ങൾ, അതായത് കപ്പൽ അപകടം നടന്നതിന് പിന്നാലെ അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ കമ്പനി വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അവശിഷ്ടം നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകൈ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കപ്പൽ അപകടം ഇന്ത്യൻ തീരത്തെയും സമുദ്ര വ്യവസ്ഥയെയും ഒക്കെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, മത്സ്യത്തൊഴിലാളി ജീവിതങ്ങളെ ഗുരുതരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കപ്പൽ അപകടം സംഭവിച്ച ദിവസം ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകിയത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ കപ്പലിനെ അല്ലെങ്കിൽ കപ്പൽ അപകടത്തിൽ നിന്ന് റെസ്ക്യൂ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് ഇന്ത്യൻ സേനയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുമാണ് ഇത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ നടത്തിയത്. അതൊക്കെ പലതവണ ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടും കപ്പൽ കമ്പനിയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ട് നിസ്സംഗതമായിട്ടുള്ള നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കത്തയച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് 30 വരെ കമ്പനി വൈകിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തുടക്കത്തിലെ കാലതാമസം വലിയ തടസ്സമുണ്ടാക്കി. കപ്പൽ അപകടം സംഭവിക്കുന്നുവെന്ന അറിയിപ്പുകൾ കിട്ടിയിട്ടും തുടക്കത്തിലുണ്ടായ കാലതാമസമാണ് ഇത്തരത്തിൽ അപകടം ഒരു വലിയ രീതിയിലേക്ക്, ഗുരുതരമായിട്ടുള്ള രീതിയിലേക്ക് മാറാനും കപ്പൽ ചരിയാനും കണ്ടെയ്നറുകൾ തീരങ്ങളിൽ ഒഴുകി നടക്കാനും കാരണമായിട്ടുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എണ്ണച്ചോർച്ച നീക്കുന്നതിൽ ഇനിയും നടപടി ആരംഭിച്ചിട്ടില്ല. ചില കണ്ടെയ്നറുകളിൽ നമുക്കറിയാം ഈ ഇന്ധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഇന്ധന ചോർച്ച നീക്കുന്നതിലൊന്നും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. 48 മണിക്കൂറിനുള്ളിൽ എണ്ണച്ചോർച്ച നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കണം, അല്ലെങ്കിൽ അതിനെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് പോകും. വിവിധ ആക്ടുകൾ പ്രകാരമായിരിക്കും വിവിധ നടപടികൾ സ്വീകരിക്കുക. അടിയന്തര നടപടിയില്ലെങ്കിൽ കേന്ദ്രം കർശനമായിട്ടുള്ള നടപടിയിലേക്ക് പോകുമെന്നുള്ള വിവരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത് നടന്ന സിംഗപ്പൂർ കപ്പലിലെ തീപിടുത്തം വൺഹൈ ലൈൻസ് ഷിപ്പിംഗ് കമ്പനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാൽവേജ് നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചാൽ ക്രിമിനൽ നടപടി എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഷിപ്പിംഗ് കമ്പനിക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. തീ അണയ്ക്കാനോ കപ്പലിനെ നിയന്ത്രിക്കാനോ മതിയായ സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. നിലവിലെ സാൽവേജ് കപ്പലിൽ മതിയായ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഈ കപ്പലുകൾ ചരക്കുമായിട്ട് ഇന്ത്യൻ തീരത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർശനമായിട്ടുള്ളൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കാൻ ഭാരത സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇരു കപ്പൽ കമ്പനികൾക്കും നോട്ടീസ് നൽകിയത്. കൃഷ്ണരാജ്, ശരി. കൊച്ചി തീരത്തെ കപ്പൽ അപകടത്തിൽ കപ്പൽ കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം അന്ത്യശാസനം നൽകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.